കലാസ്നേഹികളെ, സുരേഷിന്റെയും ഒരു സെക്കൻഡ് അടുത്ത കൂടി മനഃപൂർവ്വം പേടിച്ചു. പുള്ളി ഇങ്ങനെ ചെറിയ റോളുകൾ വരുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടികളാണ്. ഞാൻ പറഞ്ഞ കൊളാവോന്ന് അറിയില്ല. ഒരു സദ്യ കഴിച്ച ഒരു പഴം കൂടി വേണമല്ലോ. അപ്പൊ പറഞ്ഞു വന്ന രതീഷയുടെ പഴം. നിങ്ങൾ പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ സിനിമയുടെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഡീറ്റെയിൽസ് നോക്കണം. പഴം ഉണ്ടാവുന്നത് എന്തിലാണ്? പക്ഷെ എനിക്ക് ആ പ്രയോഗം ഇഷ്ടപ്പെട്ടു. ഞാൻ പിന്താങ്ങുന്നു. താങ്ങിക്കോ, താങ്ങാതിരുന്നാ മതി. എനിക്ക് മനസ്സിലായില്ല, ഒന്നുകൂടെ പറയൂ. അതെങ്ങനെ പറയണ്ടേ? ഇയാൾ എന്നെ കൊണ്ട് സിനിമ കഥ മൊത്തം പറയും. രാജേഷ് പൊതുവിൽ ഒരു ഇൻട്രോവേർട്ടാണ്. അങ്ങനെ പറയാൻ പറഞ്ഞു. സത്യത്തില് രതീഷിനെ കാണുമ്പോൾ ചോദിക്കാൻ വെച്ചിരുന്ന കുറെ ചോദ്യങ്ങൾ ഞാൻ കുഞ്ചാക്കോകനോട് ചോദിച്ചു. പുള്ളി എന്നെ ഓടിച്ചു വിട്ടു. ഇനി ബാക്കിയുള്ളത് രാജേഷിനോട് ചോദിക്കാം. ഇതിനൊക്കെ ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തെണ്ടിപ്പ് വീഴും. ചേട്ടനെ പോലെ ബുദ്ധിജീവി കാഴ്ചപ്പാട് പുതിയ കന്യക സ്ത്രീമാരെയും അവരൊക്കെ ഇതിനകത്തും ചിലപ്പോ കിട്ടുമായിരിക്കും. ഒന്ന് നോക്ക്, കണ്ടു നോക്ക്. ഈ ട്രോളോട് കൂടി ഈ നാടകം അവസാനിക്കും. ഒരറിയിപ്പുണ്ടാകുന്നവര് മറ്റൊരറിയിപ്പുണ്ടാകുന്നല്ല. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തുടങ്ങിയാലോ? നിങ്ങൾ സീരിയസ് ആവണ്ട കേട്ടോ. ഞാൻ തന്നെ ഒന്ന് മാറ്റിപ്പിടിക്കാൻ, ലാലേട്ടൻ പറഞ്ഞ പോലെ ഞാൻ ഇന്ന് ഇൻട്രോ തന്നെ മാറ്റിപ്പിടിക്കാൻ പോകും. ശരിയുണ്ടേ? ശരിയുണ്ടോ? അല്ലാതെ മാറ്റിപ്പിടിച്ചാൽ മതി. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, സിനിമയ്ക്ക് വേണ്ടിയിട്ട്. നിങ്ങളിപ്പോ 60, 90, 2023 ഒക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ കുറച്ച് പഴയതാവാന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് പഴയതാ. തുടങ്ങട്ടെ? ഓക്കെ. കലാസ്നേഹികളെ, സുരേഷിന്റെയും ഒരു സെക്കൻഡ് അടുത്ത കൂടി മനഃപൂർവ്വം പേടിച്ചു. ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് മറ്റൊരു അറിയിപ്പുണ്ടാകുന്നതല്ല. ശരി. കലാസ്നേഹികളെ, സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ, രചന സംവിധാനം രതീഷ് ബാലകൃഷ്ണൻ പൊതുവ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് മാറിയെന്നറിയോ? പക്ഷെ രാജേഷിനോട് എനിക്ക് ഒരു പഴയ കടമുണ്ട്. അത് ചോദിച്ചിട്ട് നമുക്ക് ഇന്റർവ്യൂലേക്ക് പോവാം. ആ മഹേഷിന്റെ പ്രതികാരത്തില് ശരിക്കും സോണിയുമായിട്ട് ബന്ധം ഉണ്ടായിരുന്ന ആള് നിങ്ങളാണെന്നുള്ളത് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കണേ. ചതിയായിരുന്നു നിങ്ങൾ ചെയ്തത്. ശരിക്കും ആ നെല്ലിക്കക്കാരനെ ഇടിക്കുന്നതിന് തൊട്ട് മുമ്പ് ആ ഫോൺ ചെയ്ത് പോകുന്ന സീന്, ആ ഫോൺ ചെയ്തത് സോണിയുമായിട്ടുള്ള ഈ പറയുന്ന ക്രിസ്പിന് വഴക്ക് കേൾക്കുന്ന പ്രധാനപ്പെട്ട കണ്ടന്റായി മാറുന്നത്. ആർട്ടിസ്റ്റ് ബേബി ചീപ്പാണോ എന്ന് പറയുന്ന ഡയലോഗ് വരെ ഉണ്ടാക്കിയത് നിങ്ങളാണ്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അതിൽ അങ്ങനെയൊക്കെ ഒരു ഇടപെടൽ നടത്തേണ്ടി വന്നുപോയി. അത് അറിഞ്ഞുകൊണ്ട് സംഭവിച്ചതല്ല. ശരിക്കും നിങ്ങളാണ് ആ കഥ ഉണ്ടാക്കിയത് ആക്ച്വലി. അതെ, ഇത് റോബസ്റ്റ പഴത്തിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ഒരു കഥയിൽ ഞാനൊരു വഴി പോക്കൻ ആയിരുന്നു അതില്. പക്ഷെ അതില് ഭാഗവാക്കാൻ വേണ്ടി വന്നു. സോഷ്യൽ മീഡിയയിൽ പിള്ളേർ വന്നിട്ട് എഴുതുമ്പോഴാണ് മനസ്സിലാക്കിയത്, ഓ പോത്തേട്ടൻസ് ബ്രില്യൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് ഭയങ്കര രസമല്ലേ സിനിമയില്? അതെ. അടുത്ത സിനിമയിലേക്ക് വരാം, എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പോകാട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പടത്തിന്റെ സ്പിൻ ഓഫ് എന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ആദ്യം സന്തോഷം തോന്നി എന്താണെന്നറിയാം. നിങ്ങൾ രണ്ടുപേരും റിയലി കല്യാണം കഴിക്കണമെന്ന് ഒരു ആഗ്രഹിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ആ സിനിമ കഴിഞ്ഞപ്പോൾ. അത്രയ്ക്കും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. ഇതിലെങ്കിലും നിങ്ങൾ കൊതിപ്പിക്കാതെ കല്യാണം കഴിക്കുമോ? അത് കാണാൻ തുടർന്ന് കാണുക. അതെ, ഞാൻ കോറാണ് ചോദിച്ചത്. എന്താ ശരിക്കും സംഭവിക്കുന്നതിനകത്ത്? എന്താ പറയാ? അപ്പൊ ഈ സിനിമയെ കുറിച്ച് പറയൂ. സ്പിൻ ഓഫ് ആവുമ്പോ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കില്ലേ? അതെ, ഇവരുടെ പ്രണയകഥയാണ്. എന്തായാലും പ്രണയകഥയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ തരം പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട് കഥയുടെ ഭാഗമായിട്ട്. പിന്നെ ശുഭപര്യവസായിട്ട് അവസാനിക്കും എന്നാണ് വിചാരിക്കുന്നത്. ഈ ക്യാരക്ടറിനെ കുറിച്ച് എന്തെങ്കിലും ഒക്കെ പറയാൻ പറ്റുന്ന പറയൂ, എന്നിട്ട് വേറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ. ഞാൻ പറയാൻ പറ്റുന്ന വെച്ചാൽ സുമലത ട്രൂ ലവ്, നിഷ്കളങ്കമായ പ്രണയം സുരേഷിന്റെയും സുമലതയുടെയും. സുമലതയുടെ നിഷ്കളങ്കമല്ലെന്നാണ് സുരേഷിന്റെ ആക്ഷൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. അങ്ങനെയാണ്, ആയിരിക്കാം. എന്തോ ട്വിസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. 2-3 കാലഘട്ടങ്ങളിലൂടെ ഇങ്ങനെ എന്താ പറയണ്ടേ, ഏത് കാലഘട്ടത്തിലും പ്രണയത്തിന് യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. അങ്ങനെ എനിക്ക് മനസ്സിലായില്ല, ഒന്നുകൂടെ പറയൂ. അതെങ്ങനെ പറയണ്ടേ?
ഇയാൾ എന്നെ കൊണ്ട് സിനിമ കഥ മൊത്തം പറയിപ്പിക്കും. കഥ പറയുന്ന ശരണ്യ ശരിക്കും ഇവരുടെ ഏത് കാലഘട്ടത്തിലാ ശരണ്യയുടെ ക്യാരക്ടർ വരുന്നത്? ഞാൻ എല്ലാ കാലഘട്ടത്തിലും വന്നു പോകുന്നുണ്ട്. ഇവരുടെ പ്രണയകഥയില് അവളോടൊക്കെ ആയിട്ട് ഒരു ഭാഗമാവുന്നുണ്ട്. ട്രെയിലർ ഒരു നാടകത്തിന്റെ സീനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താ പേര് ഇയാളുടെ ക്യാരക്ടറിന്റെ പേര്? എന്റെ ക്യാരക്ടറുടെ പേര് ചാരുലത. ചാരുലത. ചാരുലത ശരിക്കും സുരേഷന്റെ കുടുംബത്തില് സുരേഷന്റെ ചേട്ടന്റെ ഭാര്യയാണ്. അപ്പൊ അതിനകത്ത് ഒരു സിറ്റുവേഷൻ നാടകം വരുന്നുണ്ട്. അപ്പൊ നാടകത്തിലൊക്കെ ഞാൻ ഭാഗമാവുന്നുണ്ട്. ഈ തരുണികൾ നടുക്കിയിരുത്തിയിട്ട് അതിലൊരു പാട്ടും കൂടെ ഉണ്ട്. ആ പാട്ടൊന്ന് പാട്. സകലകലാവല്ലഭനെ തരുണികൾ ഞാൻ അങ്ങനെ പാടാം. തരുണികൾ തൻ മനഹരനെ പ്രണയ കലാശാലയിലെ സുമലതൻ പ്രിയതമനെ. തമനെ തമനെ പോരട്ടെ. രണ്ടുപേരും സപ്പോർട്ട് ഉണ്ട്. ഞാനും സപ്പോർട്ട് ചെയ്യാം. രാജേഷ് പൊതുവിൽ ഒരു ഇൻട്രോവേർട്ട് ആണ് അല്ലേ? അങ്ങനെ പറയാൻ പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത് നല്ലോണം സംസാരിക്കും. ഇല്ലെങ്കിൽ ഒന്ന് സംസാരിക്കുമ്പോ അബദ്ധം പറയുമോ എന്നുള്ള പേടി കൊണ്ട് കുറച്ചൊന്ന് ഒതുങ്ങും. ആലോചിച്ച് സംസാരിക്കും. കുറച്ച് ആലോചിച്ചിട്ട് സംസാരിക്കും. ഇപ്പൊ അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കുറച്ച് കൂടിയിട്ടുണ്ട് സംസാരം. സംസാരം ഒന്ന് കൂടിയിട്ടുണ്ട്. ഈ സുമലതയുടെ കൂടെ കൂടിയിട്ട് ഇതിൽ ഇയാളുടെ കൂടെ കൂടിയ ഭയങ്കര രസമായിട്ട് സംസാരിക്കും രാജേഷ് എന്നാണ് എല്ലാവരും ഇന്റർവ്യൂ എടുത്ത എല്ലാവരും പറഞ്ഞത്. പോരട്ടെ, ചിത്രം പോരട്ടെ. കഴിവുകൾ അങ്ങോട്ട് പുറത്തെടുക്ക്. പ്രൊമോഷൻ ഇങ്ങനെ സക്സസ് ആവും. എന്നത്തെ കേസ് കോഡില് പലതരത്തിലുള്ള കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയും പോലെ അതിന്റെ പുറകിൽ ഇപ്പൊ ഡയറക്ടോറിയൽ സൈഡിൽ നിൽക്കുന്ന ആളാണ്. പെണ്ണും പൊറാട്ടും അല്ലേ വരാൻ പോകുന്ന സിനിമ? പെണ്ണും പൊറാട്ടും. എന്തായാലും ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അതിനകത്തൊരു പൊറാട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അടിപൊളിയായിരിക്കും. ഈ അടുത്ത് അഞ്ചക്കള്ളൊക്കെ വെക്കാൻ പൊറാട്ട് ഇറങ്ങിയതും ഭയങ്കര രസമായിരുന്നു. അതിന്റെ വർക്കൊക്കെ ഭയങ്കര രസമായിരുന്നു. അപ്പൊ പൊറാട്ട എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നിങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്യുമെന്ന് തോന്നുന്നുണ്ട്. പൊറാട്ട ഉണ്ട്. ഇത് കഴിഞ്ഞോ? അതിന്റെ ഇല്ല, അതിന്റെ കുറച്ച് ദിവസം ഷൂട്ട് ബാക്കിയുണ്ട്. ഏകദേശം ഒരു 80% കഴിഞ്ഞു. ബാക്കി കുറച്ചും കൂടെ ബാക്കിയുണ്ട്. അത് ഈ ചൂടും പിന്നെ ഈ പ്രൊമോഷനും ഒക്കെ ആയതുകൊണ്ട് ഒരു ബ്രേക്ക് എടുത്തിരിക്കും. പോണം ഇത് കഴിഞ്ഞ ഉടനെ. തീർച്ചയായിട്ടും ഈ ഡയറക്ടർ സൈഡിൽ കൂടെ നിൽക്കുന്നതുകൊണ്ട് ഈ അതിനകത്ത് പല സിറ്റുവേഷൻസിലും ചില ബിംബങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുഞ്ചാക്കോവൻ ഒരു അടിയിൽ ഓടിക്കയറുന്ന സ്ഥലത്ത് കന്യാസ്ത്രീകൾ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കോടതി സീനിലും കുറച്ച് കന്യാസ്ത്രീകൾ ഉപയോഗിക്കുന്നുണ്ട്. പലതരത്തിലുള്ള ഷെയ്ഡ്സും പല കാര്യങ്ങളും പറയാതെ പറയാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. സത്യത്തിൽ രതീഷിനെ കാണുമ്പോൾ ചോദിക്കാൻ വെച്ചിരുന്ന കുറേ ചോദ്യങ്ങൾ ഞാൻ കുഞ്ചാക്കോവനോട് ചോദിച്ചു. പുള്ളി എന്നെ ഓടിച്ചു വിട്ടു. ഇനി ബാക്കിയുള്ളത് രാജേഷിനോട് ചോദിക്കാം. ഇതിനൊക്കെ ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തെണ്ടിപ്പ് വീഴും. രതീഷേട്ടൻ്റെ ഈ പിന്നെ ലിറ്ററേച്ചറിലുള്ള ക്വക്കിനെസ് തന്നെയാണ് ആ വിഷ്വൽ ലാംഗ്വേജിലും ഉണ്ടാവുന്നത്. അപ്പോൾ പുള്ളി ഓരോന്നിനെ കൊണ്ടുവന്നിട്ട് എവിടെ പ്ലേസ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. അത് അതിൻ്റെ പിന്നെ എന്താ അത് അർത്ഥമാക്കുന്നത് എങ്ങോട്ട് വിരൽ ചൂണ്ടണം നമുക്ക് ഭയങ്കര ആലോചിക്കും. അങ്ങനത്തെ ഒരു പ്ലേസിലായിരിക്കും എന്തെങ്കിലും സാധനങ്ങളെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യും. അത് പുള്ളിയുടെ ആറ്റിറ്റ്യൂഡിലുണ്ട് മൊത്തം. അങ്ങനെയാണ് പുള്ളി ഫണ്ണിനെ കാണുന്നത്, ഒരു സർക്കാസം കാണുന്നത് കാര്യങ്ങളിൽ. പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ രാജേഷിനോട് ചോദിക്കാതിരിക്കാൻ പറ്റില്ല. ആ മജിസ്ട്രേറ്റ് പ്രാവിനെയും കൊണ്ട് പോകുന്നതിന് തൊട്ട് മുമ്പ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കോടതി സീനിൽ ഈ പ്രാവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശല്യം ചെയ്യും. ഈ പ്രാവുകൾ ശരിക്കും നമുക്ക് വേണമെങ്കിൽ ഒരു മെറ്റാഫറായിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വാദങ്ങളാണ്, കോടതിയിലെ വാദങ്ങൾ. ആ വാദങ്ങളാണ് ഈ ജഡ്ജി അലോസരപ്പെടുത്തുന്നത്. ഇയാൾ ആ വാദങ്ങൾ കേട്ടിട്ടാണ് അയാൾ തീരുമാനം എടുക്കുന്നത്. പക്ഷെ ആ വാദങ്ങളാണ് അയാളെ അലോസരപ്പെടുത്തുന്നത്. ഈ അലോസരപ്പെടുത്തുന്നതാണ് പ്രാവ്. ഈ പ്രാവിനെ ഇയാൾ പിടിച്ചുകൊണ്ട് പോവാണ്. അപ്പം ഇത് നീതിയാണ്. ഈ നീതി ഇയാളുടെ കയ്യിലാണ്. ഇയാൾ ഈ പ്രാവിനെ കൊല്ലോ വളർത്തുമോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സീനിൽ ഇയാൾ ഈ പ്രാവിനെയും കൊണ്ടുപോകുന്ന സമയത്ത് അതിനു മുമ്പ് ഒരു സംഗതിയും കൂടെ ഉണ്ട്. ഈ പ്രാവിനെ ഇയാൾ എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പടക്കം വെക്കുന്നുണ്ട്. അത് നിയമവിരുദ്ധമായ പ്രവൃത്തി ചെയ്യുന്നത് മജിസ്ട്രേറ്റ് കൂടിയാണെന്നുള്ളത് ഓർക്കണം. എന്നിട്ട് ഈ പ്രാവിനെ കൊണ്ടുപോകുമ്പോൾ ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടായ ഒരു ആലോചന എന്ന് പറയുന്നത് ഈ പ്രാവിനെ കൊല്ലോ വളർത്തുമോ, അതായത് നീതിയെ കൊല്ലോ വളർത്തുമോ എന്നോ കൂട്ടിലിടുവോ. ഇത് 3 സാധ്യതയുണ്ടല്ലോ. ഈ സാധനമൊക്കെ ഈ നിങ്ങളുടെ ഡിസ്കഷൻ പോകുന്ന സമയത്ത് ഉണ്ടായിരുന്നു? ആദ്യത്തെ ഒരു വെർഷൻ സ്ക്രിപ്റ്റിൽ ഇതിനൊരു ലൈൻ ഓഫ് കഥ വേറെ ഉണ്ടായിരുന്നു. ഇയാളുടെ ഒരു പേഴ്സണൽ ഏരിയയും കൂടി ഉണ്ടായിരുന്നു മജിസ്ട്രേറ്റിൻ്റെ. പക്ഷെ അത് രണ്ടാമത് ഷൂട്ട് ചെയ്യുമ്പോൾ അത് വേണ്ടാന്ന് വെച്ചിരുന്ന വേണ്ടാന്ന് വെച്ചതാണ് ആക്ച്വലി. അപ്പോൾ ഇയാൾ വളർത്തും, അത് തന്നെയാണ് അതിൻ്റെ ഒരു വേറെ ഏരിയയിലുള്ളത്. പക്ഷെ അത് സിനിമയിലില്ലാത്തതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ടെന്ന് തോന്നുന്നു. നമ്മൾ അസംബന്ധമാണ്, മറ്റേ അബ്സേർഡാണ് രതീഷേട്ടൻ്റെ ബിംബ സാധനങ്ങൾ. എനിക്കങ്ങനെയാണ് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റീഡിങ് മാത്രമാണ്. ഞാനത്ര പിന്നെയും അതിനെക്കുറിച്ചിട്ട് അങ്ങനെ വിശകലനം ചെയ്യാൻ വേണ്ടാന്ന് തോന്നുന്നു. ഇങ്ങനത്തെ കുറേ ബിംബങ്ങൾ ഉണ്ടാവും എപ്പോഴും. നമ്മൾക്ക്
അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാവുന്ന അത്രയും അത് അങ്ങനെ അബ്സേർഡ് ആയിട്ടാണ് പുള്ളി കാര്യങ്ങളെയും കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. മറഡോണയ്ക്ക് ശേഷം ഞാൻ കാണുന്നത് മൈ നെയിം ഇസ് അഴകനിലായിരുന്നു. അതെ. ഈ അഴകന്റെ സമയത്ത് ബിനു തൃക്കാക്കര ആക്ച്വലി നായികയെ തേടി നടന്നിട്ട് കിട്ടിയില്ല. അവസാനം നായികയായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഒരുപാട് പേരെ തേടി എന്നിട്ട് കിട്ടിയില്ല. എന്തുകൊണ്ടാണ് ശരിക്കും അത്തരം ഒരു പടത്തിൽ ഇങ്ങനെ ഇൻകോപ്പറേറ്റ് ചെയ്യണമെന്ന് തോന്നാനുള്ള റീസൺ എന്നെ സലീമ മസാറായി വിളിക്കുന്നു, വന്ന ഒരു കഥ കേൾക്കുമെന്ന് ചോദിച്ച് വിളിക്കുന്നത്. കഥ കേട്ടപ്പം എനിക്ക് ഇഷ്ടമായി. പിന്നെ ഞാൻ ആ സമയത്ത് ഒരുപാട് സിനിമകൾ നോക്കി നടക്കുന്നുണ്ട്, ഒന്നും വരുന്നില്ല, അതും വേറെ ഫാക്ടറാണ്. അപ്പോൾ കഥ കേട്ടപ്പോൾ എനിക്ക് കുഴപ്പമില്ലാത്തൊരു ഇതായിട്ട് തോന്നി. ഞാൻ ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല, അപ്പം എനിക്ക് ഇങ്ങോട്ട് വെച്ച് നിട്ടാ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ എന്തുകൊണ്ടും ചെയ്യാമെന്ന് എനിക്ക് തോന്നി. പിന്നെ പിനിച്ചേട്ടനെ ആക്ടേഴ്സിനെ കുറെ പേര് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ചും കൂടി നല്ല എന്താ പറയുക മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ഇവർ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയോ റീസൺസ് കൊണ്ട് അവർ ചെയ്തില്ല, ഇവർക്കും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ബിനിച്ചേട്ടനും ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ബിനിച്ചേട്ടൻ നായികയായിട്ട് വരാൻ കുറെ പേർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ബിനിച്ചേട്ടൻ പിന്നെ കുറച്ച് നെഗാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സിനിമയ്ക്ക് ശേഷം പുള്ളി അതിനെ പറ്റിയിട്ട് കുറെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വന്നു, ഞാൻ യെസ് പറഞ്ഞ എന്തോ വലിയ കാര്യം പോലെയൊക്കെ പറയുന്നുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചുള്ള പുള്ളി എഴുതിയ ക്യാരക്ടർ നല്ലതായിരുന്നു, എനിക്ക് ഓക്കെ ആയിരുന്നു. ഐ മീൻ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഇതായിട്ട് എനിക്ക് തോന്നി, അങ്ങനെ ചെയ്തു. ആൻഡ് കുറെ പേര് പറയും മാർക്കറ്റ് എന്താ പറയുക, ഈ ടൊവിനോടെ ഹീറോയിനായിട്ട് വന്നിട്ട് ബിനിച്ചേട്ടൻ്റെ ആക്ടർ പെയറാവുക എന്ന് പറഞ്ഞാൽ അത് എന്തിനാ അങ്ങനെ ചെയ്തേന്നുള്ള ബിനുചേട്ടൻ തന്നെ ചോദിച്ചിട്ട് എന്തിനാ നീ അങ്ങനെ ചെയ്യുന്നതെന്ന്. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. രാജേഷ് ശരിക്കും ഇതിനകത്ത് ഒരു സ്പിൻ ഓഫ് ആകുമ്പോഴത്തേക്ക് നമുക്ക് കൊഴുമൽ രാജീവിനെ കൊണ്ടുവരേണ്ടി വരും. കൊഴുമൽ രാജീവിനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ നല്ലൊരു സ്പേസിലായിരിക്കും പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. അത് എത്രത്തോളം ഈ സിനിമയെ എൻഹാൻസ് ചെയ്യും? കൊഴുമൽ രാജീവൻ എന്ന് പറയുന്ന ഫാക്ടറി സിനിമയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ കാണുന്ന പോലെ തന്നെയാണ്. ഇപ്പോൾ ട്രെയിലർ കാണുമ്പോൾ കൊഴുമൽ രാജീവിനെ കാണുമ്പോൾ ആൾക്കാരൊന്നും സർപ്രൈസ്ഡ് ആണ്. അതേപോലൊരു എലമെന്റ് തന്നെയാണ് സിനിമയിലും കൊഴുമൽ രാജീവൻ ചെയ്യുന്നത്. പുള്ളിക്കൊരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, ഗന്ധർവൻ. അതെ, ഇവിടെ കുറച്ച് ഗന്ധർവന്മാരുണ്ട്, കുറെ ഗന്ധർവന്മാർ ഇതിനകത്തുണ്ടെന്ന് തോന്നുന്നു. ധനേഷ് ഏട്ടൻ, നമ്മളെ സുധീഷ് ഏട്ടൻ, അങ്ങനെ നമ്മളെ MT നാടകത്തില് പൈനൂര് കുറെ നാടക പഴയ ആചാര്യന്മാർ അല്ലേ, അതുണ്ട്. എല്ലാം ഗന്ധർവന്മാരാണ്. ഗാന്ധർവം. ഈ ഗന്ധർവന്മാരുടെ ഇടയിൽ കളിപ്പിച്ച് നടക്കുന്ന ഒരാളാണ് ഈ പറയുന്നത് സുമലത. സുമലത, ചാരുലത അല്ലേ, കുറെ ലതമാരുണ്ട്. റോംകോം ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. അത് എത്രത്തോളം വർക്കൗട്ട് ആയിട്ടുണ്ടെന്നാണ് തോന്നിയിട്ടുള്ളത്? ആ ഒരു സേവ് ദ ഡേറ്റ് റീല് വന്നപ്പോ തന്നെ അത് ആൾക്കാർ ഏറ്റെടുത്തു. പിന്നെ അതിനുശേഷം വന്ന ഓരോ കാര്യങ്ങളും അത് ഞങ്ങൾക്ക് തെറ്റിദ്ധരിച്ചു കേട്ടോ. അതായിരുന്നു അതിന്റെ ക്യാച്ച്. അതെ, അത് സിമ്പിള്. അതിനുശേഷം വന്നെല്ലാം നോക്കുമ്പോ പിന്നെ അത് റീച്ച് ആവുമെങ്കിൽ ഇതും എത്രത്തോളം ആൾക്കാർ എടുക്കുന്നുള്ള കാര്യം ഓരോ സീനും അതിലെ ഓരോ ഡയലോഗും. ഇപ്പം സുരേഷിന്റെയും സുമലതയുടെയും മാത്രല്ല, ഈ പറഞ്ഞ പോലെ ചാരുലത, അതുപോലെ അതിലുള്ള സുധീഷ് ഏട്ടനെ വേറെ ലെവല് കാണാൻ പറ്റും. ഇതിൽ കുറെ വർഷങ്ങൾക്ക് ശേഷം സുധീഷ് ഏട്ടൻ നമുക്ക് തിരിച്ച്, അതായത് ഈ കുറച്ച് ഇപ്പൊ സീരിയസ് ആയിട്ടുള്ള കുറെ ക്യാരക്ടർ ഇപ്പൊ ഇതിലെല്ലാം ഇമോഷണൽ സുധീഷ് ഏട്ടൻ ചെയ്യുന്നുണ്ട്. അപ്പൊ സുധീഷ് ഏട്ടനിൽ നമുക്ക് തിരിച്ച് കിട്ടുന്നത് സുധീഷ് ഏട്ടൻ്റെ കൂടെ ചെയ്യാൻ പറ്റി. അതുപോലെ ഇപ്പൊ എന്നാത്താൻ കേസുകളിൽ കുറെ പുതുമുഖങ്ങൾ വന്നിട്ടില്ല, അതുപോലെ ഈ സിനിമയിൽ വേറെ അതിലൊന്നും ഇല്ലാത്ത വേറെ കുറെ ആൾക്കാർ ഇതിലുണ്ട്. അവര് എക്സ്ട്രീം അല്ലേ, രതീഷ് ഏട്ടൻ അതിനെ എങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് എല്ലാ ഇതിന് നാടകം കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പം നാടകത്തില് വന്നവരും കുറെ ആൾക്കാർ ഇതിലും, അതുകൊണ്ട് നല്ല അവരെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ധനേഷ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രിയേഷ് എന്ന് പറഞ്ഞിട്ടൊരു പ്രിയേഷ് എന്ന ക്യാരക്ടറിന്റെ പേര്, ധനേഷ് ഒറിജിനൽ പേര്. അപ്പൊ അവരെയൊക്കെ ആ മുഖവും ഗസ്റ്ററെല്ലാം കാണുമ്പോൾ നമുക്കിന്ന് ചിരിച്ചു. അപ്പൊ എല്ലാം കൊണ്ട് ഇപ്പൊ സേവ് ദ ഡേറ്റ് ഹിറ്റായ പോലെ ഇതിൽ ഓരോ സീനും ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ വേറെ ലെവലാവുന്ന ഞങ്ങൾക്ക് ഭയങ്കര കോൺഫിഡന്റ് ഉണ്ട്. എന്തായാലും പുറത്തുനിന്ന് പാട്ടുകൾ ഭയങ്കര രസമാണ്. അതെ, പാട്ടും നിങ്ങളുടെ ഓരോ മൂവ്മെന്റ്സും ഭയങ്കര രസമായിട്ട് നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. നിങ്ങൾ സിനിമയിൽ അത് അങ്ങനെ തന്നെ കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് ഈ പാട്ടൊക്കെ വരുന്നത്. അത് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യപ്പെടില്ലേ? അതുപോലെ ഈ സീൻ്റെ ഇടയിൽ നമുക്ക് രതീഷ് ചേട്ടൻ ഒരു ചെറിയൊരു റീലും കൂടി കുറച്ച് വൈറലായിട്ടുണ്ടായില്ലേ, നമ്മള് വീഡിയോ കത്ത് കൊടുത്ത സീനില് ആ ഒരു നമുക്കൊരു ചെറിയൊരു അഭിനയിക്കാനുള്ളൊരു സാധനം കാണിച്ചത്, ചെറിയൊരു സാധനം, അത് ഭയങ്കരമായിട്ട് അപ്പൊ അതുപോലെ എന്ത് വന്നാലും അത് കൊണ്ടുപോകുന്നുള്ള കാര്യം തോന്നുന്നുണ്ട്. അതുപോലെ ശരത് രവി
എല്ലാം വന്ന് ഓരോ character തകർത്തിട്ടുണ്ട് നന്നായി എല്ലാരും. പെർഫോം ചെയ്തിട്ടുണ്ട്. ആ എല്ലാരും സ്പേസ് കിട്ടിയിട്ടുണ്ട്, ആ സ്പേസ് തന്നിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞത് വെച്ചത് സുരേഷൻ സുമലത എന്ന് പറയുന്ന എന്നാത്താൻ കേസുള്ള ചെറിയ ക്യാരക്ടേഴ്സ് ആൾക്കാർ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് അതുപോലെ ക്യാരക്ടർ ഉണ്ട്. ചെറുതാണെങ്കിലും ആൾക്കാരെ മനസ്സിൽ നിൽക്കുന്നത്. ഇനി ഒരു സ്പിൻ ഓഫിന് സാധ്യതയില്ല. അജിത്തേട്ടൻ, സുഹാസിനി, അല്ല അജിത്തേട്ടനല്ല അല്ല ഞങ്ങളിങ്ങനെ പറയുന്നത് അങ്ങനെ കുറെ വന്നിട്ടുണ്ട്. ഇനി അവരെ വെച്ചിട്ടും അടുത്ത സ്പിൻ ഓഫ് ഇറക്കാൻ പറ്റും. ശരിക്കും പോകാം. അതായത് അത്ര ഇഷ്ടപ്പെടും എന്നുള്ള രീതിയിൽ പറഞ്ഞ ആ ക്യാരക്ടർ. തീർച്ചയായിട്ടും. കാരണം അതിൽ സുമേഷും സുമലതയ്ക്കും ഇനിയും സ്പേസ് കൊടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് സേവ് ദ ഡേറ്റ് വരുന്നത്. അപ്പോഴും നമ്മൾ വിചാരിച്ചു ഇത് കൊള്ളാലോ. അതിപ്പോ നമ്മൾ ഈ ഡബിന്റെ സമയത്തെല്ലാം ഈ പാച്ച് ഡബിന്റെ സമയത്തെല്ലാം ചെറിയ സീനിലും കാണുമ്പോ മതിയാവുന്നില്ല. അത് അങ്ങനെ നമ്മൾ തന്നെ നമ്മള് പൊക്കിയടിക്കുന്നതല്ല, മനസ്സിലായല്ലോ, അങ്ങനെ പറയാ. അപ്പൊ അവരെല്ലാം കാണുമ്പോ കുറച്ചും കൂടി വേണമായിരുന്നു എന്ന് തോന്നി. ഇപ്പൊ ഒരു സാധാരണ ഒരു എന്താ സിനിമ കാണുന്ന ഒരു പ്രേക്ഷക എന്നുള്ള രീതിയിൽ ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല. ഡബ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ ക്യാരക്ടറിനെ ഞാൻ കണ്ടു, നമ്മളെ AD ആയിട്ടുള്ള അജിത്ത് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ക്യാരക്ടർ കാണുമ്പോൾ കുറച്ചും കൂടി വേണമായിരുന്നു എന്നുള്ള ചിന്ത എനിക്ക് ഇപ്പോഴേ വന്നു. അങ്ങനെ ഞാൻ പറഞ്ഞത് അത് നമുക്ക് വരും. കാരണം ഇന്നത്തെ കേസ് കൂടുതൽ ഇതേപോലെ ആയിരുന്നല്ലോ. ഈ ക്യാരക്ടേഴ്സ് പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ ഡെയിലി ലൈഫിലേക്ക് വന്നു. അതുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും റിയലി കല്യാണം കഴിച്ചാലോ എന്നുള്ള ചിന്തയൊക്കെ വരുന്നത്. അപ്പം ഇതിലും കുറെ ക്യാരക്ടേഴ്സ് പുറത്തേക്ക് ഇറങ്ങുമെന്ന് മനസ്സിലാവുന്നുണ്ട് അല്ലേ? പുറത്തേക്ക് ഇറങ്ങുന്ന പോലത്തെ ക്യാരക്ടേഴ്സ് ഈ ബാക്ക് സൈഡിൽ പ്രവർത്തിക്കുമ്പോൾ ഡയറക്ടർ സൈഡിലാണല്ലോ കൂടുതലുള്ളത്. അപ്പം പല കാര്യങ്ങളിലും നമ്മൾ ഒബ്സർവേഷൻ കൂടുതലായിരിക്കും. ഫോർത്തേട്ടൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തുള്ള, ആ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്തുള്ള ഒരു നമുക്ക് കിട്ടാൻ പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് അതിനെയൊക്കെ നോക്കി കാണുന്നത്? അത് വെറുതെ ഒന്ന് പണിയെടുക്കുകയുള്ളൂ. ഒരു പരിധിക്കനുസരിച്ചിട്ട് കഴിയുന്നത്രയും അതിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കും. പോത്തണ്ണൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് അതൊരു അവിടെ ഭയങ്കര സ്പേസ് ഉണ്ട്, ഇങ്ങനെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കാം എന്നുള്ളൊരു സ്പേസ് ഉണ്ട്. അവിടെയാണ് ഞാൻ ആദ്യമൊക്കെ ഉണ്ടായിരുന്നത്. അവിടെ തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് കാലം അവിടെ തന്നെയായിരുന്നു. ശ്യാമേട്ടനും പോത്തേട്ടനും ഒക്കെ ഒരു കഥ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു സീൻ ഡിസ്കസ് ചെയ്യുന്നത് അത് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സെഷനാണത്. നമുക്ക് അവിടെ ഇരുന്നാൽ മതി, അതിൻ്റെ കാറ്റേറ്റാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സെഷനിൽ ഒക്കെയാണ്. അതേപോലെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ രതീഷേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ രതീഷേട്ടൻ വേറൊരു യൂണിവേഴ്സാണ്. ഭയങ്കര എന്താ പ്രൊഡക്ഷൻ ഡിസൈനറാണ്, എഴുത്തുകാരനാണ്, ആർട്ടിസ്റ്റാണ്, നല്ല ആക്ടറാണ്, പിന്നെ ഡയറക്ടറാണ്, എല്ലാം ഉണ്ട് അതിൽ. ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടോ? ഉണ്ട്. അത് അഭിനയിക്കാതെ പിന്നെ പുള്ളിക്ക് അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. ചെറിയൊരു റോൾ എല്ലാ സിനിമയിലും എന്തായാലും പുള്ളി ഇങ്ങനെ ചെറിയ റോളുകൾ വരുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടികളാണ്. ബദായി പോലൊക്കെ ഒരു കുഞ്ഞു റോളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടി. നല്ല ആക്ടർ. ഞാൻ പറഞ്ഞ കൊളാവോന്ന് അറിയില്ല. ഒരു സദ്യ കഴിച്ച ഒരു പഴം കൂടി വേണമല്ലോ. ബാക്കിയൊക്കെ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പറഞ്ഞു വന്ന രതീഷേട്ടൻ പഴം നിങ്ങൾ പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ സിനിമയുടെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഡീറ്റെയിൽസ് നോക്കണം. പഴം ഉണ്ടാവുന്നത് എന്തിലാണ്? ഞാനിപ്പോ പറഞ്ഞതില്ലേ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഈ പറഞ്ഞ ഞാനെല്ലാം ശരണിക്ക് ഇതിനകത്തൊന്നും പറയാനില്ല. പക്ഷെ എനിക്ക് ആ പ്രയോഗം ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. പിന്താങ്ങുന്നു. താങ്ങിക്കോ, താങ്ങാതിരുന്നാ മതി. അതിന് ഉത്തരം കൊടുക്കണം കേട്ടോ. തగ్గടിച്ച തിരിച്ചു കൊടുക്കണം. തുടങ്ങിയിട്ടുണ്ട്, ഫോമിലായിട്ടുണ്ട്. അല്ല ഞാനില്ല, എന്റെ ബുദ്ധിയില് ഒരു ഉദാഹരണം പറഞ്ഞു. ചെറിയ ബുദ്ധിയല്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. രതീഷിനത് മനസ്സിലായിക്കോളും. അത് മനസ്സിലായതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അയ്യ അങ്ങനല്ലേ? അല്ലേ? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചത്. എന്നെയും കൂടി അതിൽ കൂട്ടുണ്ടായിരുന്നു ഞാൻ. എന്നാ പോട്ടെ, സദ്യയുടെ മുമ്പ് വിളമ്പുന്ന ശർക്കരയും ഇതില്ലേ, അത് കൂട്ടിക്കോ. പഴമല്ലേ? പഴമാണോ ശർക്കരയാണോ നല്ലത്? എനിക്ക് രണ്ടും ഇഷ്ടമാണ്. അപ്പൊ ശർക്കര ആക്കിയല്ലോ. അത് മതി, എന്നാ അത് സെറ്റ്. മാച്ച് കളഞ്ഞു, ശർക്കര ആക്കിയിട്ടുണ്ട് രതീഷ്. എന്തായാലും വാഴയിലേക്കേ പോകും. എന്റെ ചക്കര ഇത് വിളമ്പുന്ന വാഴയിലാണ്. അതിങ്ങനെ പോവുകയുള്ളൂ. അത് അനിയാ നമിച്ച് വേണ്ട. ഞാൻ ക്വസ്റ്റ്യൻ മാറ്റി പിടിക്കാം. ബുദ്ധിജീവി ചോദ്യത്തിലേക്ക് വരാം. അത് അങ്ങോട്ട് ചോദിച്ചോ. പൊളിറ്റിക്കൽ കറക്റ്റ് അല്ല. സോ ബുദ്ധിജീവി ചോദ്യം അങ്ങോട്ട് കേക്കട്ടെ. ബുദ്ധിജീവി ചോദ്യം. ഈ രാജീവൻ ശരിക്കും
മിനിസ്റ്ററുടെ ബന്ധുവിനെ കാണാൻ പോകുന്ന സമയത്ത് ഒരു ഫ്രെയിമിൽ 4 പേര്, അത് ഭയങ്കര ക്ലാസിക്കലായിട്ടുള്ള ഒരു ഫ്രെയിമാണ്. ആ 4 പേര് എന്ന് പറയുന്നത് ഒരു കള്ളനുണ്ട്, ഒരു വക്കീലുണ്ട്. അപ്പം ഇങ്ങനെ കാര്യക്കാരായിട്ടുള്ള 4 ക്യാരക്ടേഴ്സിനെ ഒരു ഫ്രെയിമിൽ കൊണ്ട് വെക്കുമ്പോൾ ഇവരെല്ലാവരും നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അടുത്തൊരു നീതി സംഭവിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു നീതിക്ക് വേണ്ടിയിട്ട് ഒരു 4 പേര് ഒരുമിക്കുന്നവരിൽ 4 സ്വഭാവക്കാർ, അല്ലെങ്കിൽ കള്ളനും പോലീസും ഒക്കെ കൂടെ ഒരു ഫ്രെയിമിനുള്ളിലേക്ക് വരുന്ന ഒരു മാജിക് ഉണ്ട്. ആ ഫ്രെയിം സെറ്റ് ചെയ്യുന്ന സമയത്ത് അത്തരം ഒരു കാഴ്ചയായിരുന്നു. അങ്ങനെ ഒരു ഫ്രെയിമിനുള്ളിൽ ഇതിനെ എല്ലാത്തിനെയും കൂടെ നീതിക്ക് വേണ്ടി ഒരുമിപ്പിക്കണമെന്ന് പറയുന്ന കാഴ്ചപ്പാട് ഒരു ഫിലോസഫിക്കലായിട്ടുള്ള കാഴ്ചപ്പാടാണ്. ഇങ്ങനെയൊക്കെ ശരിക്കും ആലോചിച്ചിട്ടുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ദിലീഷേട്ടൻ പിന്നെ എന്റെ ചോദ്യം ആ ഏരിയയിലൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ആളാണ്. പുള്ളി ആദ്യം ലിറ്ററേച്ചറിൽ മാത്രം, എഴുത്ത് മാത്രമായിട്ട് ഒരു സെഷൻ പോകും. അത് കഴിഞ്ഞിട്ടാണ് ഇതിന്റെ പ്രൊഡക്ഷൻ ഡിസൈനിന്റെ ഏരിയയിലേക്ക് പോവുക. പിന്നെ അതിങ്ങനെ ഇംപ്രൂവൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. പ്രൊഡക്ഷൻ ഡിസൈൻ പുള്ളിക്ക് ഇംപ്രൂവൈസ് ചെയ്യാനുള്ള അതിനുവേണ്ടി മാറ്റി വെച്ചിരിക്കും. ആദ്യം ലിറ്ററേച്ചർ ഒന്ന് കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് പിന്നെ ഇതിൻ്റെ ഓരോ ഫ്രെയിം വെക്കുമ്പോഴും പുള്ളിയുടെ അങ്ങനെയുള്ള കാഴ്ചകൾ ഇതിലേക്ക് ഉണ്ട്. എന്ന് വെച്ചാൽ പുള്ളിയുടെ ഫ്രെയിം കാഴ്ച ഇതിൻ്റെ മോണിറ്ററിൻ്റെ ഉള്ളിൽ 4 ലൈനിൻ്റെ ഉള്ളിൽ തന്നെയാണ് അതിൻ്റെ കാഴ്ചനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് സ്പെസിഫിക്കനായിട്ടാണ് ഞാൻ എല്ലാം ചെയ്യുന്നത്. അത് എല്ലാ സിനിമയിലും ഉണ്ട്. അത് നമ്മളങ്ങനെ അങ്ങനെ ഇനിയും വായിക്കപ്പെടുമായിരിക്കും ആ രീതിയിൽ. അങ്ങനെ ആ അബ്സേർഡിറ്റി ഉണ്ടല്ലോ, ഒരു അസംബന്ധം, അതിന് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നാണ് എനിക്ക് എൻ്റെ വായനയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനിങ്ങനെ മറ്റേ പല സാധനങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു അബ്സേർഡ് ആയിട്ടുണ്ടാവുന്ന ഒരു എലമെന്റ് ഉണ്ടല്ലോ, പുതിയൊരു കാര്യം അതിന് പുറത്തിറങ്ങി. ആ കോൺട്രാസ്റ്റിനെ പുള്ളി ഭയങ്കരമായിട്ട്, അത് പുള്ളിയുടെ മൊത്തം കാഴ്ചകളിലും ഉണ്ട്. ഉത്തരം പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഒരു അസംബന്ധം കൂടെ ചോദിക്കും. ഈ കന്യാസ്ത്രീകളുടെ കളറ് വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് പല കാരണങ്ങൾ കൊണ്ടാണ് കന്യാസ്ത്രീകളായി പോകുന്നത് എന്ന് പറയുന്ന ഒരു സാധനം പല വായനകളാണ്. നമ്മൾ ക്രിയേറ്റിവിറ്റിയെ സംബന്ധിച്ച് അവസാന വാക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അവരുടെ കളറ് ഒരു പ്രത്യേക കളറിലുള്ള ആൾക്കാരെ തന്നെ ചൂസ് ചെയ്തിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് നിർത്തി. അതും ഒരു എനിക്ക് തോന്നി അതിൻ്റെ ഉള്ളിലും വായിക്കാനുണ്ട്. എന്തുകൊണ്ടാണ് ഇവർ ഇവിടേക്ക് എത്തിയത്, എന്തുകൊണ്ടാണ് ഇവർ ഈ ജോലി ചെയ്യുന്നത് എന്നുള്ള കാരണം അടിയിലൂടെ പറയാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ കന്യാസ്ത്രീകൾ ചൂസ് ചെയ്യുന്ന സമയത്ത്, കാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്തും ജൂനിയേഴ്സിനെ കാസ്റ്റ് ചെയ്യുന്ന സമയത്തും ഒക്കെ ഇങ്ങനെ ഒരു സാധനം അവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് വലിയ ധാരണയില്ല എനിക്ക് അതിനെ കുറിച്ചിട്ട്. പിന്നെ അതിൻ്റെ ഉത്തരവാദിത്വം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഈ ജൂനിയേഴ്സിൻ്റെയും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ദീപ്തിയും ഗോകുലും ഒക്കെ കൂടിയിട്ടാണ്. അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഒക്കെയാണ് അതിൻ്റെ ഉത്തരവാദിത്വം. അവരുടെ കയ്യിലാണ് അവരുടെ സെലക്ഷനൊക്കെ ഉത്തരവാദിത്വം ഉള്ളത്. പിന്നെ അത് ആ കന്യാസ്ത്രീകൾ പ്ലേസ് ചെയ്യുന്നതിന് അതിൻ്റെതായിട്ടുള്ള കാരണം ഉണ്ടായിരുന്നു. കന്യാസ്ത്രീകൾ മാത്രമല്ല, പിന്നെ ഫാദർ, അച്ഛൻ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയും കോടതിയിലുള്ളിലേക്കും കൂടി എത്തിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ബാക്കി അതിനേക്കാൾ ഡീറ്റെയിൽ ആയിട്ട് ഞാനത് അത്ര അവെയർ അല്ല. മനസ്സിലായി. സുമലത, ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സുമലത കണ്ടത് ആ സിനിമയിൽ? ഞാൻ എന്റെ കാര്യം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇപ്പം ചേട്ടൻ പറഞ്ഞ സമയത്താണ് ഈ എന്നാ താൻ കേസുകളിൽ ഇങ്ങനെയുള്ള ഒരു ഫ്രെയിമും കാര്യങ്ങളും ഇങ്ങനെ ബുദ്ധിപരമായിട്ടുള്ള അതൊന്നും കാരണം ഞാൻ ആ സിനിമയിൽ ഫസ്റ്റ് ക്യാരക്ടർ റോള് ചെയ്യുന്നതല്ലേ. അപ്പൊ ഞാൻ എന്റെ ക്യാരക്ടർ തന്നെ ചെയ്യുന്ന തന്നെ പേടിച്ചിട്ടുള്ള ഞാൻ അങ്ങനെ ഇല്ല. ഈ പറയുന്ന പോലെ ആ കോടതി സീനാ കുറച്ചും എല്ലാവരും ഏറ്റെടുത്ത്. അപ്പൊ ആ സീൻ പറയുന്നതിന് തൊട്ട് മുമ്പേ ആ വരാന്തയിൽ ഇരുന്ന് രാജേഷേട്ടാ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും, ഒന്നാമത് ചാക്കോച്ചനിലുണ്ട് ആ സീനിൽ, സിങ് സൗണ്ടാണ്. കുറേ ആൾക്കാരൊക്കെയാണ് എൻ്റെ നാട്ടുകാരിൽ സ്ഥിരമായി ഓഡീഷന് പോയി പിന്നെ പരിചയപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം ഇതെങ്ങാനും ഇങ്ങനെ ഫ്ലോപ്പായി പോയാൽ കളിയാക്കാൻ ഒരുപാട് ആൾക്കാർ ചുറ്റുമുണ്ട്. നന്നാവുന്നില്ലല്ലോ ആദ്യം എല്ലാവരും പറയില്ല, അത് പോയി അങ്ങനെയായി ഇങ്ങനെയായി എന്നെല്ലാം പറഞ്ഞു അതാ ഫസ്റ്റ് പറഞ്ഞെടുക്കാം. അപ്പം അങ്ങനെ ഇല്ല പേടിയും എല്ലാം ഉള്ളിലുണ്ട്. ഇതെങ്ങനെയാ കൈകാര്യം ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള പേടിയിൽ ഞാൻ പുറത്തിരുന്ന് ഇങ്ങനെ ഈ പറഞ്ഞ കന്യാസ്ത്രീകളെ പോലും ഞാൻ ആരും ശ്രദ്ധിച്ചിട്ടില്ല. ഞാനായി എൻ്റെ സീനായി എൻ്റെ ഡയലോഗായി ഇതന്നെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നു. അതിൽ ഞാൻ രാജേഷേട്ടനോട് ചോദിച്ചു, രാജേഷേട്ട ഇതെനിക്ക് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെ, ആ ഓരോരോ സെൻറ്റൻസിൻ്റെ ഇങ്ങനെ മോഡുലേഷനെല്ലാം ഉണ്ടല്ലോ അതെല്ലാം. ഇപ്പോൾ രാജേഷേട്ടൻ ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ ഒരു സുധീഷേട്ടൻ, അസോസിയേറ്റ് സുധീഷേട്ടനും രതീഷേട്ടനും അവർക്ക് എന്നിൽ ഭയങ്കര കോൺഫിഡൻസ് ഇല്ലാന്നൊക്കെ എനിക്ക് തോന്നിയത്. അപ്പം പിന്നെ ഞാനും ഉള്ളിൽ പേടിയുണ്ടെങ്കിലും ഞാൻ അത് ചെയ്തു. ചിത്രയുടെ ചില സമയത്ത് സംശയമൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇന്നിപ്പോ ഷൂട്ട് പാക്കപ്പ് ചെയ്യേണ്ടി വരും നമുക്ക് തോന്നുക, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷെ മറ്റേ ഷോട്ടിലേക്ക് എത്തുന്നവരെ അങ്ങനത്തെ ടെൻഷനായിരിക്കും, ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് മറ്റേ ഷോട്ടിന്റെ സമയമാകുമ്പോഴേക്കും അത് ഭയങ്കര പെർഫെക്റ്റ്ലി ഡെലിവർ ചെയ്യുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ടാവും.
അങ്ങനെയാണ് ഇനി നമുക്ക് രണ്ടുപേരും കൂടെ ആ ആക്ഷനും ആ. പിന്നെ ഡയലോഗ്, ഒരു കുഞ്ഞു ഡയലോഗും രാജേഷിന്റെ ഒരു ആക്ഷനും ഉണ്ട്, അതൊന്ന് കാണിക്കാം. ഒന്നിക്കാൻ തീരുമാനിച്ച ഒരു സ്ത്രീക്കും പുരുഷനും സ്വന്തം ഓട്ടോ അല്ലാണ്ട് വേറെ ഏതാണ് സാറേ കംഫർട്ട് ആയിട്ടുള്ള സ്ഥലമുള്ളത്? സുരേഷേട്ടന് ഒരു തിരക്കും ഉണ്ടായിട്ടാ വീട്ടിൽ പോയിട്ട്, എനിക്ക് അത്രയും ഉണ്ടായിട്ടാ. അതുകൊണ്ട് തന്നെ നല്ലോണം മെല്ലാന്ന് സുരേഷേട്ടൻ വണ്ടി എടുത്തിട്ടുണ്ടായിനി. ഒരു 20-25, അല്ലാണ്ട് ഈ വക്കീലിന്റെ സൗകര്യത്തിന് വണ്ടി ഓടിക്കാൻ എന്റെ സുരേഷേട്ടന് കിട്ടൂല. സുരേഷേട്ടൻ ഭയങ്കര കെയറിങ് ആണ്, അതാണ് സുരേഷേട്ടൻ ലൈൻ. സ്ലോ സ്റ്റഡി വിൻസ് റേസ്, അതാണ് എന്റെ ലൈൻ. അടിപൊളിയാട്ടോ. അത് അവസാനം പറയുമ്പോൾ നിങ്ങൾ സിനിമയിലൊരു ആക്ഷൻ ഉണ്ട്, ഓ അസാധ്യമാണ് കേട്ടോ. അതായത് ആർക്കും നിങ്ങളോട് സ്നേഹം തോന്നിപ്പോവും, അത്ര രസമുള്ളൊരു ആക്ഷനാണ്. അപ്പോൾ ഈ ചില ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ നമ്മുടെ മനസ്സിനകത്ത് ഇങ്ങനെ ആഴത്തിൽ പോവില്ലേ, അതിനകത്ത് ഈ ബാക്കിയെല്ലാം നമ്മൾ ശ്രദ്ധിക്കുമ്പോഴും നിങ്ങളുടെ ഒരു റിലേഷനിലും നിങ്ങളുടെ ഒരു പറച്ചിലുണ്ടല്ലോ, അയാളെ അക്സെപ്റ്റ് ചെയ്യുന്നതിന്റെ കാരണം പറയുന്ന സാധനം അത് ക്യാരക്ടറൂടെയാണ്. പക്ഷെ ആ സമയത്തുള്ള ആക്ഷൻ ഉണ്ടല്ലോ സൂപ്പറാണ്. നിങ്ങൾ നല്ലൊരു നടിയാണെന്നുള്ളതിന്റെ സാധനമാണ്. ശരണ്യയിലേക്ക് വന്നാൽ ഈ മറഡോണയിലേക്ക് വരുന്നത് വരെയുള്ള ഒരു സ്ട്രഗിൾ ഉണ്ടാവുമല്ലോ, അതൊന്ന് കുഞ്ഞായിട്ട് പറയുമോ, എങ്ങനെയാ സിനിമയിൽ വന്നത്? എനിക്ക് വരുന്നതിന് മുന്നേ സ്ട്രഗിൾ ഒന്നും ഉണ്ടായിരുന്നില്ല, കാരണം പഠിക്കുമായിരുന്നു. പഠിത്തം കഴിഞ്ഞിട്ട് ജോലി കിട്ടി. അതിൻ്റെ ഇടയ്ക്ക് ഓരോ ഓഡിഷന് അപ്ലൈ ആരും വിളിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇതിൽ വിളിച്ചു, അപ്പൊ ജോലിയുടെ ഇടയിൽ ലീവ് എടുത്തിട്ട് അങ്ങ് പോയി ചെയ്തു. ഓഡിഷൻ പോയിട്ട് തന്നെ വന്നതാണ് മറഡോണ? ഓഡിഷൻ ത്രൂ ആണ് കിട്ടിയത്. അതിനുശേഷമാണ് സ്ട്രഗിൾ ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷമാണ് പടം കിട്ടുന്നില്ല. പറയുന്നത്. അതെ, ജോലി നിർത്തുകയും ചെയ്തു. അടുത്ത പടമൊന്നും വരുന്നില്ല, വരുമാനം ഇല്ല, എന്താ ചെയ്യണ്ടേ, എവിടെയാണ് നമ്മള് വർക്ക് ചെയ്യേണ്ടത് എന്നൊന്നും അറിയാത്ത. പിന്നീടായിരുന്നു സ്ട്രഗിൾ. അവിടെ തൊട്ട് ഇവിടെ വരെ ഇപ്പോഴും സ്ട്രഗിൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ട്രഗിൾ ഭാഗമാണ്. അത് അടിപൊളിയാണ്. രാജേഷ് ഈ പറയുന്നത് പോലെ ഒരു സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ തുടർച്ചയായിട്ട് വിജയം കണ്ടെത്തുക എന്ന് പറയുന്നതാണ് ഒരു സംഭവം. ഇപ്പോൾ രാജേഷ് കുറച്ചുകൂടെ ലീഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. ഈ പടത്തിന്റെ ഒരു ബാധ്യതയിൽ രാജേഷ് ഉണ്ട്, നമ്മൾ കൂടെ ഉത്തരവാദിത്വം കൂടുതലാണ്. അത് ഉത്തരവാദിത്വം എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ജോലിയാണ്. അപ്പൊ ടെൻഷൻ കൂടുതലായിരിക്കും. ഇതെങ്ങനെയായിരിക്കും വരിക എന്നുള്ളത് നമ്മൾ ഇതിന് ആശ്രയിച്ച് നിൽക്കുന്ന ഒരുപാട് പേര് ഇതിന്റെ ചുറ്റും ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഉത്തരവാദിത്വത്തിന്റെ ഒരു ബാധ്യത ഉണ്ട്. പക്ഷെ ഞാനിങ്ങനെ നായക നടനാവണമെന്നോ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടൊന്നുമല്ല. ഞാൻ ഒരു നടൻ തന്നെ എനിക്ക് പിന്നെ എന്താ എപ്പോഴെങ്കിലും അഭിനയിക്കുന്ന സിനിമയിൽ എന്നൊക്കെ വിചാരിച്ചിരുന്നുള്ളൂ. അങ്ങനെ നടനാവാൻ വേണ്ടി ഞാനും അങ്ങനെ വേറെ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല ശരിക്കും. ഇതിങ്ങനെ വന്നു, ഇതിലേക്ക് എത്തി. അറിയാതെ പോലെയാണ് ഈ പ്രോസസ്സ് ഉണ്ടായിരുന്നത്. കാരണം രതീഷ് ചേട്ടൻ്റെ ആദ്യത്തെ പടം മുതലേ ചെറിയ ചെറിയ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ സൈക്കിൾ ഇടിച്ചിട്ട് ആക്ഷൻ ഇല്ലേ, ആ സമയത്ത് നമ്മുടെ ജനഗണമന കേൾക്കുന്ന സമയത്തുള്ള ആക്ഷൻ ഇല്ലേ, അപ്പൊ തന്നെ നിങ്ങൾ നടനായി കഴിഞ്ഞു. ഞങ്ങൾ അതൊക്കെ അവരുടെയൊക്കെ കോൺഫിഡൻസിലാണ് അതൊക്കെ നടന്നു പോവുക. അത് കഴിഞ്ഞിട്ട് രതീഷ് ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോ ഞാൻ ആൻഡ്രോയിഡ് കുഞ്ഞപ്പം മുതലാണ് ഞങ്ങൾ അപ്പോഴാണ് ഒരു തിയേറ്റർ പ്ലേ ഒക്കെ ചെയ്തിരുന്നു ഇവിടെ. റോഷനും ദർശനയും കനിയും ദിവ്യയും ഒക്കെ ചേർന്നിട്ട് ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഒരു പ്ലേ ഒക്കെ ചെയ്തിരുന്നു. അന്ന് റോഷൻ ദർശനൊക്കെ എന്നെ കുറച്ചും കൂടി പുഷ് ചെയ്തു. നീ അഭിനയിക്കും, ശ്രദ്ധിക്കണം, നന്നായിട്ട് ചെയ്യണം, ഓരോന്നിനും കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നൊക്കെ അവരാണ് എന്നോട് ആദ്യമായിട്ട് പറയുന്നത്. കുറച്ച് ചെയ്യാൻ പറ്റും, ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളത്. അതിനുശേഷം ഞാൻ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനാണ് പ്ലേ കഴിഞ്ഞ് ചെയ്യുന്നത്. അന്ന് മുതൽ ഞാൻ നടൻ എന്നുള്ള രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് കുറച്ച്. അപ്പൊ രതീഷ് ചേട്ടനുണ്ട്. അപ്പൊ നാട്ടുകാരനാണ്, എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമാണ് പുള്ളിയോട്. കാസർഗോഡാണ്, കണ്ണൂരാണ് രതീഷ് ചേട്ടൻ. ആ ഭാഷയുടെ ഒക്കെ സാമ്യം ഒക്കെ ഉണ്ട്. പിന്നെ അടുത്ത സിനിമയിലേക്ക് വിളിച്ചു രതീഷ് ചേട്ടൻ, അതിനേക്കാളും കുറച്ചും കൂടി വലിയ ക്യാരക്ടർ. പിന്നത്തെ സിനിമയിൽ എന്നെക്കാളും കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ. അത് കഴിഞ്ഞിട്ട് മദനോത്സവം രതീഷ് ചേട്ടൻ്റെ എഴുതിയ സിനിമയിൽ ചെയ്യുന്നു. ആ ജേണിയുടെ അവസാനമാണ് സുരേഷൻ സുമലത എന്നെ സംബന്ധിച്ചിടത്തോളം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വലിയ 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 ക്യാരക്ടറായിട്ട് ഒരു മുഴുനീള ക്യാരക്ടറിലേക്ക് മാറി. ആ ജേണിയുടെ സ്വാഭാവികമായിട്ടുള്ള ആ ജേണിയായിരുന്നു എനിക്ക് നടന്നുള്ള രീതിയിൽ. പക്ഷെ ഇപ്പം അതിൻ്റെ ആ സിനിമ വലിയ വലുതായി. ഞാനൊരു കുഞ്ഞു സിനിമ എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് തുടങ്ങിയത്. സിനിമ വലുതായി. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ഉത്തരവാദിത്വം കൂടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. ഇതൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ്. ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ്. കാരണം മ്യൂസിക് ഒക്കെ എടുത്തിരിക്കുന്നത് സോണിയാണ്. അപ്പൊ ഞാനത് നോക്കിയായിരുന്നു. സോണി നമ്മൾ വിചാരിക്കും പോലെ നല്ല പൈസക്ക് മ്യൂസിക് ഒക്കെ റൈറ്റ്സ് ഒക്കെ വിറ്റു. ഇതിൽ അത്രയും പാട്ടുകളുണ്ട്, 8 പാട്ടുകളുണ്ട്. അതെ, ഇതിൽ കൂടുതലുണ്ട്. അത് ചെറുത് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡോൺ വിൻസെന്റ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഡോൺ വിൻസെന്റിന്റെ എന്റെ പേഴ്സണലി ഇതുവരെയുള്ള ബെസ്റ്റ് പരിപാടിയായിരിക്കാൻ വരുന്നതെന്നാണ് തോന്നുന്നത്. അല്ല, പാട്ട് രണ്ടാമത് കേൾക്കുമ്പോഴും മൂന്നാമത് കേൾക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ 2 പാട്ടും 4 പ്രാവശ്യം കേട്ടു. കാരണം എന്ന് വെച്ചാൽ ഇത് ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ഇത് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ള സകലകല അത് കേൾക്കാൻ വേണ്ടിയിട്ടേ അവിടെ വരെ
നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കില്ലേ, അതെ, ചില പാട്ടുകൾക്ക് അങ്ങനെ സംഭവിക്കും. അതെ, അതെ. അവിടെ വന്നപ്പോ അത് കൊള്ളാലോ സാധനം എന്ന് തോന്നില്ലേ, അങ്ങനെ ഒരു സംഭവമാണ്. അങ്ങനത്തെ ഇനിയും ഉണ്ട് കേട്ടോ. ആ. ഇനിയും ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് പാട്ടുകളും കൂടി വരാനുണ്ട്. ആ. മറ്റേ ഇതുണ്ടല്ലോ ചങ്കുരിച്ചാല്. ചങ്കുരിച്ചാല്, അതും രസമുള്ള വരിയാണ്. അതെ, ചങ്കുരിച്ചാല് എന്ന് പറയുന്നത് മറ്റേ പയ്യന്നൂരുള്ള ഒരു സ്ഥലമാണ്. ഓ, അങ്ങനെ സ്ഥലമുണ്ട് ചങ്കുരിച്ചാല്. അതൊരു സൂയിസൈഡ് പോയിന്റ് ആണ്. അപ്പൊ അങ്ങനെയും കൂടി കണ്ടിട്ടാണ് വൈശാഖ് അതൊക്കെ എഴുതുന്നത്. വൈശാഖും എഴുത്തുകാരനും നമ്മുടെ പാട്ടെഴുത്തുകാരനും അത്യാവശ്യം സുഗുണൻ ഇപ്പൊ ശ്രദ്ധിച്ചു വരുന്നുണ്ട്. അതെ, അതെ. നമ്മളും പേര് ഇങ്ങനെ ശ്രദ്ധിച്ചു തുടങ്ങി, അതെ, ഇയാള് എഴുതുന്നുണ്ടല്ലോ എന്ന്. ഞാൻ ഈ പടം കണ്ടപ്പോഴും ആലോചിച്ചു, എഴുത്താരാണോ നോക്കി, വിനായകാണോ നോക്കി, അപ്പൊ അല്ല, വൈശാഖാണ് എഴുതിയെന്ന് മനസ്സിലായി. വർഷവിശേഷത്തിലും ഇങ്ങനത്തെ കുറച്ച് ഐറ്റങ്ങളൊക്കെ ഉള്ള അതെ 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 അതെ, അത് രസമായിട്ട് വരുന്നുണ്ട്. രസമായിട്ട് ഈ പുതിയ കാലഘട്ടത്തിലെ കുറച്ച് എഴുത്തുകാര് പടത്തിനെ ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്, അതെ, കോമിക് ആക്കാൻ വേണ്ടിയിട്ട്. കോമിക് കാരണം ഇതിന്റെ ഇത് ശ്രദ്ധിക്കുന്ന സമയത്ത് ഇതിന്റെ 2-3 ലെയർ ഇതിനകത്ത് പാട്ട് സുഖം ഉണ്ടെങ്കിലും കാലം പഴയതാണ്. അപ്പൊ അവിടെ പല കാര്യങ്ങളും നോർമലായിട്ടും പ്രണയമായിട്ടും പറഞ്ഞിരുന്നത്, പക്ഷെ ഇന്ന് പക്ഷെ അത് ക്രിഞ്ചാണ്. പക്ഷെ അത് ക്രിഞ്ച് ഫീൽ ചെയ്യാതിരിക്കണമെങ്കിൽ കാണിക്കുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്, അതെ, അത് ഇതിനകത്ത് ചെയ്തു. അതാണ് സുഹൈൽ കോയൊക്കെ എടുക്കുന്ന ഒരു അതെ, പ്രേമലൂലൊക്കെ അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട്. ആ പാട്ടുകളെ കൊണ്ട് ഒരു മാജിക് കാണിക്കാന്ന് പറഞ്ഞൊരു പരിപാടി അതിനകത്തുണ്ട്. ഇതിനകത്ത് ധാരാളമായിട്ടുണ്ട്. മ്യൂസിക്കലാണ് സിനിമ. ചിത്ര വേറെ പടങ്ങളിൽ അഭിനയിച്ചില്ല അല്ലേ? അതിനുശേഷം വരുന്ന ഈ പടത്തിലാണോ? അല്ല, അതിനുശേഷം ഞാൻ ചെറിയ ചെറിയ ഇത് മറ്റേ ക്യൂൻ എലിസബത്തിലൊരു ചെറിയൊരു ക്യാരക്ടർ ചെയ്തു. പിന്നെ വയസ്സെത്രയെന്ന് പറഞ്ഞ വടകര സ്ലാങ്ങിൽ വരുന്ന അതിലൊരു ക്യാരക്ടർ കുറച്ച് ലെങ്ത് ഉള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തത്. പിന്നെ പൊറാട്ട് നാടകം എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തിട്ടുണ്ട്, അത് റിലീസ് ആയിട്ടില്ല. ഈ രാജേഷ് വളരെ സമാധാനത്തിൽ സംസാരിക്കുന്ന ഒരാളാണ്, പക്ഷെ ഇപ്പൊ കുറച്ചുകൂടെ മാറി എന്ന് പറയുന്നില്ലേ? ഈ എന്തൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രാജേഷിനെ ശരിക്കും? അഴിച്ചുവിട്ട ഒരു പോക്കാണ്, അതാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അല്ല, ഞാൻ എന്ത് സീരിയസ് ആയിട്ട് പോയി കാര്യം ഞാൻ ടെൻഷനിലായിരിക്കും ചോദിക്കും, അപ്പോൾ ഇരുന്ന് ചിരിക്കുന്നത്. അപ്പൊ ആ കാര്യം എനിക്ക് മനസ്സിലാവില്ല എന്ത് അങ്ങനെ ചിരിക്കുന്നത്. കുട്ടിക്ക് അറിഞ്ഞൂടാത്തോണ്ടാണ് കുട്ടി ഓരോ തമാശകൾ പറയുന്നത്. എനിക്കറിയില്ല അതിനെ കുറിച്ചിട്ട്, എനിക്കതിനെ കുറിച്ച് ഒരു ധാരണയില്ല. വളരെ സീരിയസ് ആയിട്ട് പറയുന്ന പല കാര്യങ്ങളും ഞാൻ ഇങ്ങനെ പൊട്ടിച്ചിരിക്കാറുണ്ട്. നിങ്ങളുടെ ഒരു സിനിമയ്ക്കുള്ളിലെ കോംബോ ഇതേപോലെ രസമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ടെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അപ്പൊ അത് പ്രതീക്ഷിച്ചാണ് നമ്മൾ സിനിമ കാണാൻ പോകുന്നത്. അത് നമുക്ക് കിട്ടില്ലേ? തീർച്ചയായിട്ടും കിട്ടും. ഒന്ന് സെന്റൻസ് ആക്കി പറയൂ. അതെങ്ങനെ സിനിമയ്ക്ക് പോണം? അതെങ്ങനെ? അതായത് അല്ല, സിനിമ നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് എന്തായാലും എന്റർടൈൻ ചെയ്യാൻ പറ്റും. രതീഷ് ബാലകൃഷ്ണ പൊതുവാളിന്റെ ഒരു പ്രതീക്ഷ ഉണ്ടാവില്ലേ അങ്ങനെ? അതെ, ആ ഒരു പ്രതീക്ഷ. അതെ, തീർച്ചയായും അതിലും എന്തായാലും ആ ഒരു പ്രതീക്ഷ നിലനിർത്തുന്ന എന്തായാലും ഉണ്ടാവും. അല്ല, കേസുള്ള ഒരു ചെറിയ ക്യാരക്ടർ നമ്മൾ അക്സെപ്റ്റ് ചെയ്തല്ലോ, അപ്പൊ അത് വേണമെന്ന് ആൾക്കാർ ആഗ്രഹിച്ചിട്ടുമുണ്ട്. അപ്പൊ അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഇതില് ചെയ്തിട്ടുണ്ട്, പണിയെടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടാൽ മതി. ശരണ്യയുടെ പോർഷൻ എങ്ങനെ പറയും? ഈ പറഞ്ഞ പോലെ അമിത പ്രതീക്ഷകൾ ഓൾറെഡി ഉണ്ടല്ലോ, അപ്പൊ നമ്മളായിട്ട് എക്സ്ട്രാ മാർക്കറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇപ്പൊ ചേട്ടനെ പോലെ ബുദ്ധിജീവി കാഴ്ചപ്പാട് കുറെ അതിനകത്തുനിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. പുതിയ കന്യാസ്ത്രീമാരെയും അവരൊക്കെ ഇതിനകത്തും ചിലപ്പോ കിട്ടുമായിരിക്കും. ഒന്ന് നോക്ക്, കണ്ടു നോക്ക്. ഈ ട്രോളോട് കൂടി ഈ നാടകം അവസാനിക്കുന്നു. നന്ദിയുണ്ട് ശരണ്യ. അവസാനം വരെ തഗ്ഗിന്റെ രാജാവായിട്ട് കരുതിയ ആള് തగ్గടിച്ചില്ല. അപ്പോൾ എനിവേ തിയേറ്ററിൽ പോയിട്ട് എല്ലാവരും സിനിമ കാണുക. നല്ല പടമാണ് എന്നുള്ളത് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കുറച്ച് അമിത പ്രതീക്ഷ എനിക്കൊക്കെ ഉണ്ട്, അതെങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും തിയേറ്ററിൽ പോയി സിനിമ കാണുക. FTX ഉണ്ടാവും. നന്ദിയുണ്ട് സംസാരിക്കുന്നത്. നല്ലൊരു സിനിമയായിരിക്കും എന്തായാലും. അത് കണ്ടാൽ ഇഷ്ടപ്പെടും തന്നെയാണ് വിചാരിക്കുന്നത്. താങ്ക് യു. അതിൽ ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. ശരി.